അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തലതിരിഞ്ഞ മക്കളോ, പരിഹാരമുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഒരു ചെറിയ ഒരു വിവരണമാണ് ഇന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നത്. മക്കൾ എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ ഇന്ന് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് വാർത്തകളാണ് ഈ തൂഫാൻ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പരിപാടിയിലൂടെ ഒരുപാട് ലഹരി അടിമകൾക്കും മറ്റും അടിമപ്പെട്ട് കഴിയുന്ന മക്കളുടെ വാർത്തകൾ കേട്ട് രക്ഷിതാക്കൾ ഇത്തരം ഒരു കുട്ടി എനിക്ക് ജനിക്കണ്ടില്ലായിരുന്നു എന്ന് ദുആ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് എൻ്റെ മക്കൾ തലതിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ? ആദ്യമായിട്ട് പറയുന്നു, ഒന്നാമത്തെ സൊല്യൂഷൻ, നമ്മൾ മാതൃകാ പുരുഷനാവണം. എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു നല്ലൊരു മാതൃകയാവണം. 24 മണിക്കൂറും മൊബൈലിൽ അടിമപ്പെടുന്ന ഉമ്മ മകനോട് ഉപദേശിക്കുകയാണ്, മോനെ ഫോണ് കാണരുത്. അത് എന്തൊരടിസ്ഥാനത്തിൽ അത് ഫലം ചെയ്യുക? ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു ഉമ്മ പറഞ്ഞു, എൻ്റെ മകന് വല്ലാതെ മധുരം കഴിക്കുന്നു, മകന് അമിതമായി മധുരം കഴിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ആഫ്റ്റർ 2 days. അവ 2 ദിവസം കഴിഞ്ഞ് വന്നു. അലി റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചു പറഞ്ഞു, മോനെ നീ മധുരം കുറയ്ക്കണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നീ മധുരം കുറയ്ക്കണം. ആ സമയത്ത് ഉമ്മ ഒരൽപ്പം ഗൗരവത്തോടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 2 ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇതെൻ്റെ മകനോട് ഉപദേശിക്കാമായിരുന്നില്ലേ? ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ 2 ദിവസം വരുന്നതിന് മുമ്പ് വരെ ഞാനും നല്ല മധുരം കഴിക്കുന്ന ആളായിരുന്നു. ഞാൻ മധുരം നിർത്തിയതിനു ശേഷമാണ് നിങ്ങളുടെ മകനോട് ആ മധുരം കഴിക്കരുത് എന്ന് ഉപദേശിച്ചത്. ഇതിൽ വലിയൊരു പാഠമുണ്ട്, വലിയ ചിന്തിക്കാനുണ്ട്. ഒരു മകനെ ഉപദേശിക്കണമെങ്കിൽ അതിനൊരു അർഹത നമുക്ക് വേണമെന്ന്. അപ്പം നമ്മൾ രക്ഷിതാക്കൾ ആദ്യം അർഹത നേടിയെടുക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. മക്കൾ നന്നാവാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മാതൃകയാവുക. ഇനി രണ്ടാമത് പറയുന്നു, കുട്ടികളെ സ്നേഹപൂർവം അവർക്ക് വിഷയങ്ങൾ പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. സ്നേഹം നൽകി അവരെ ബഹുമാനിക്കുന്നല്ല, സ്നേഹം നൽകി അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ ബോധവൽക്കരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ സ്നേഹം, കുട്ടികൾ എന്ന രക്ഷിതാക്കളെ ഇങ്ങോട്ട് സ്നേഹിക്കണം, ഞാൻ അങ്ങോട്ട് സ്നേഹിക്കൂല എന്നത് ശരിയല്ല. ചില രക്ഷിതാക്കൾ മക്കൾ എന്നെ അനുസരിക്കണം, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണം, എന്നാലും അങ്ങോട്ട് സ്നേഹം കൊടുക്കുകയും ഇല്ല. അത് ശരിയല്ല. സ്നേഹമെന്ന് പറയുന്നത് വൺ വേ അല്ല, ഇത് 2 ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോഴാണ് അത് ഫലവത്താകുന്നത്. ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കുട്ടികളെ വടികൊണ്ട് ഭരിക്കാൻ ശ്രമിക്കരുത്, മറിച്ച് സ്നേഹം കൊണ്ട് ഭരിക്കണം. അഥവാ തീരെ അടിക്കണ്ട എന്നല്ല, പേടിപ്പിക്കേണ്ട സമയത്ത് പേടിപ്പിക്കണം,
സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കാനും രക്ഷിതാക്കൾ തയ്യാറാവണമെന്ന് ചുരുക്കം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരും. രക്ഷിതാക്കൾ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. ഒരു ചരിത്രം പറയട്ടെ. ഒരിക്കൽ ഒരു മനുഷ്യൻ സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ മകന് ഇന്നാലിന്ന സ്വത്ത് ഞാൻ കൊടുക്കുകയാണ്, നിങ്ങൾ സാക്ഷി നിൽക്കണം. നബി തങ്ങൾ ചോദിച്ചു, എത്ര മക്കളുണ്ട്? ബാക്കിയുള്ള എല്ലാവർക്കും നിങ്ങൾ അതുപോലെ കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഒരു മകന് മാത്രം കൊടുക്കുന്ന ശൈലി, അതിന് എന്നെ കൂട്ടു നിൽക്കാൻ നിങ്ങൾ വിളിക്കണ്ട. അതുകൊണ്ട് ഗൗരവപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ മക്കൾക്കിടയിൽ നീതി പാലിക്കാത്ത രൂപത്തിൽ ഒരു മകന് മാത്രം സ്വത്ത് കൊടുക്കുന്നതിന് എന്നെ സാക്ഷിയാക്കേണ്ട, അനീതിക്ക് എന്നെ സാക്ഷിയായിട്ട് കിട്ടുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് വർത്തമാന കാലത്തിൽ ഒരുപാട് സംഭവങ്ങൾ വിവരിക്കാൻ കഴിയും. സമയക്കുറവ് കൊണ്ട് ഞാനത് ചുരുക്കുകയാണ്. പക്ഷെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു വിഷയത്തിലേക്ക് വരുന്നു. മക്കൾ നന്നാവാൻ എന്തെങ്കിലും ഇസ്ലാമികപരമായിട്ടുള്ള വഴികൾ ഉണ്ടോ? ഒന്ന്, മക്കൾ നന്നാവാൻ രക്ഷിതാക്കൾ പതിവാക്കേണ്ട, നിത്യം ചെയ്യേണ്ട 2 ദിക്റുകൾ പറഞ്ഞു തരാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഔലാദിന, അല്ലാഹുമ്മ ബാരിക് ഫി ഔലാദിന വലാ തളുർറഹും വവഫിഖ്ഹും ലിതാഅതിക വർസുഖ്നാ ബിർറഹും എന്ന് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഫർള് നിസ്കാരത്തിന് മുമ്പായിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നല്ല മക്കളാവും. മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ ഇത് കമന്റ് ബോക്സിൽ ഞാൻ എഴുതി വിടാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഔലാദിന, നിങ്ങളുടെ മക്കളിൽ നീ ബറക്കത്ത് ചെയ്യണേ. വലാ തളുർറഹും, അവരെ നീ കഷ്ടപ്പെടുത്തരുതേ. വഫിഖ്ഹും ലിതാഅതിക, നിനക്ക് ആരാധനകൾ ചെയ്യാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ. വർസുഖ്നാ ബിർറഹും, അവരെ കൊണ്ട് ഞങ്ങൾക്ക് നീ ഗുണം നൽകണേ. എന്നിട്ട് ഒരായത്ത് ഓതുക. റബ്ബി ഔസിഇനി എന്ന് പറയുന്ന ഈ സൂറത്ത് ആയത്ത്, റബ്ബി ഔസിഇനി, ഇതാണ് ആയത്ത്, അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. അഹ്കാഫ് സൂറത്തിലെ ഈ സൂറത്ത് ഓതുക. പിന്നീട് സൂറത്ത് ആലി ഇംറാനിലെ അഹ്കാഫ് സൂറത്തിലെ 15-ാമത്തെ ആയത്ത്, ഇതും ഞാൻ കമന്റ് ബോക്സിലിടാം. അതുപോലെ ആലി ഇംറാനിലെ റബ്ബ് വഇന്നി ഉഈദുഹാ ബിക വസുദ്ദിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ആലി ഇംറാനിലെ 36-ാമത്തെ ആയത്ത് ഓതുക. ഫുർഖാൻ സൂറത്തിലെ 24-ാമത്തെ ആയത്തായ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അതുപോലെ اللهم اجعل دولتنا قائمة وأولادنا عالمة ولا تسلط عليهم ظالمة. ഇത് 4 ഞാൻ അവിടെ എഴുതി വിടാം. ഇതൊക്കെ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ വലിയ സ്ഥാനത്തെത്തും. അതുപോലെ സുബഹി നിസ്കാരത്തിന് ശേഷം അലൻ നശ്ർ സൂറത്ത് 7 പ്രാവശ്യം ഓതുക. കുട്ടികളെ കൊണ്ട് ഓതിപ്പിക്കുക. തേനിലോ സംസം വെള്ളത്തിലോ മറ്റു വെള്ളത്തിലോ ഊതി കുട്ടിയോട് കുടിക്കാൻ പറയുക. വെറും വയറ്റിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്
ഈ ഒരു വെള്ളം കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കുക. ആദ്യമായി കുട്ടിയുടെ വയറ്റിലെത്തേണ്ടത് അലം നശ്റഹ് 7 തവണ ഓതിയ വെള്ളമോ തേനോ സംസം വെള്ളമോ ഇങ്ങനെ 41 ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ല സ്വാലിഹീങ്ങളായി തീരും. ഇൻഷാ അല്ലാഹ് ദിക്റുകളൊക്കെ നമുക്ക് എഴുതി വെക്കാം. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.